ഹലോ, ഇന്ന് നമുക്ക് ചക്ക വെച്ച് പഴുത്ത ചക്ക വെച്ച് ഒരു സ്പെഷ്യൽ ചക്കയട ഉണ്ടാക്കിയാലോ? നമുക്കിതിനെ ചക്ക അടയെന്നോ ചക്ക അപ്പമെന്നോ എന്ത് വേണമെങ്കിലും ഇപ്പം മിക്കടുത്ത് ഇതുപോലെ പഴുത്തയൊക്കെ കിട്ടാറുണ്ടല്ലോ. അപ്പൊ ചുമ്മാ ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അന്നേരം ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണം നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പഴുത്തയൊക്കെയാണ്. അപ്പം മധുരമുള്ള നല്ല വരിക്കച്ചക്കയാണ്. കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഒരു പാത്രം നിറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലും വലിയ പാത്രത്തിലായിരുന്നു വൃത്തിയാക്കിയെല്ലാം എടുത്ത് വെച്ചത്. പക്ഷേങ്കിൽ കൺട്രോള് കിട്ടാഞ്ഞ് പെറുക്കി തിന്ന് വന്ന് ലാസ്റ്റ് വന്നപ്പം ഇത്രയായി. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ കുറച്ച് ചക്ക നമ്മൾ അരിഞ്ഞും കൂടെ വെച്ചിട്ടുണ്ട്. കുനുകുനാന്ന് അരിഞ്ഞാണ്ട് ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. അതും ഒരു ബൗൾ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി. ഇതിന് പകരം അരിപ്പൊടി എടുത്താലും മതി. ഇനി കുറച്ച് നട്ട്സ്. ഞാനിവിടെ കാഷ്യൂവും ബദാമും ആണ് എടുത്തേക്കുന്നത്. ഇതില്ലെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ റവ, തേങ്ങ ചിരകിയത്. ഞാൻ പിന്നെ കരിപ്പൊട്ടിയാണ് ഞാനിവിടെ പാനി കാച്ചി എടുത്തത്. ശർക്കര വേണമെങ്കിലും എടുക്കാം. ഇവിടെ കരിപ്പൊട്ടി ഉള്ളായിരുന്നു, അതുകൊണ്ട് അതെടുത്ത്. പിന്നെ ആവശ്യത്തിന് നെയ്യ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വലിയ ചക്കച്ചുള ഇല്ല, അതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 3-4 ഏലക്കായും 1 നുള്ളു ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അന്നേരം അതെല്ലാം കൂടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അതിനകത്തിലേക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടിയും റവയും ആദ്യമേ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ വാരി ആദ്യമേ തട്ടിക്കഴിഞ്ഞാൽ ഇത് കട്ട കെട്ടിപ്പോകും, നമുക്ക് മിക്സ് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് ആദ്യം കുറച്ച് ഗോതമ്പ് പൊടി ഇടുക, പിന്നെ ഒന്ന് മിക്സ് ചെയ്യുക, പിന്നെ കുറച്ച് റവ ചേർക്കുക, മിക്സ് ചെയ്യുക. അങ്ങനെ കുറേശ്ശെ ചേർത്ത് നമുക്ക് മിക്സാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ കരിപ്പൊട്ടി പാനി കാച്ചി വെച്ചേക്കുന്നില്ലേ, അപ്പം അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇനി ശർക്കര ഇല്ലാത്തവർക്ക് പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി റവയൊക്കെ ഉണ്ടല്ലോ, ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ ചിരകി വെച്ചിരിക്കുന്നില്ല, അപ്പോൾ അതുകൂടെ ചേർത്ത് ബാക്കി കരിപ്പൊട്ടി പാനി കാച്ചി വെച്ചേക്കുന്നതോടെ ഒഴിച്ചു കൊടുക്കാം. അതെല്ലാം ഒന്നും എടുക്കേണ്ടി വന്നില്ല കേട്ടോ, കാരണം മധുരം ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് കുറച്ചേ ആവശ്യം വന്നുള്ളൂ. ഇനി എന്നിട്ട് നമുക്ക് ചക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നില്ല, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന കാഷ്യൂവും ബദാമും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് അങ്ങ് ചേർത്ത് പോകും. ഇനി ആ സ്പൂണെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലതുപോലെ കുഴച്ചങ്ങോട്ട് മാറ്റി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ വാഴയില എടുക്കാം. ഈ വാഴയില കണ്ടിക്കുന്നതും ഇതിനകത്തിൽ ഈ ചക്കയപ്പം ഉണ്ടാക്കുന്നതും എല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സൈസോ ഷേപ്പോ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ ആക്കിയെടുക്കാം. ഇനി ഇതുപോലെല്ല കുഴക്കട്ട പോലും ഉരുട്ടി വെക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം. ഇനി അതല്ല വയനയില ഉണ്ടെങ്കിൽ കുമ്പളപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിങ്ങനെ നീളത്തിലെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ എല്ലാം ഇങ്ങനെ നീളത്തിലെടുത്ത് ചുരുട്ടി ഇങ്ങനെ വെക്കാം. ഇനി ഇതൊന്നും പോരെങ്കിൽ നമുക്ക് ഇലയപ്പം ഉണ്ടാക്കുന്നത് പോലെ ആക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം വേണ്ടി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ, ഇഡ്ഡലിക്കൂട്ടത്തിൽ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇതെല്ലാം പെറുക്കിയെടുക്കാം. ഇത് നമുക്ക് വൈകിട്ട് ചായയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലം പലഹാരമാണ്. അങ്ങനെ നമ്മൾ ചക്കപ്പം ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം വാരി ഇഡ്ഡലിക്കൂട്ടത്തിനകത്ത് വെച്ച് അടച്ചു വെച്ച് ഒരു 20-25 മിനിറ്റ് വേവിക്കാം. തീ കുറച്ച് വെക്കുവാണെങ്കിൽ 25 മിനിറ്റ് ഒക്കെ കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, ആവി പറക്കുന്ന നല്ല ചക്കയുടെ മണമൊക്കെ വരുന്നുണ്ട്. ഞാനതാണ്ട് ഇച്ചിരി ഒന്ന് ചൂടാറിയപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. വേണ്ട നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ ചക്ക അരിഞ്ഞതുകൂടെ ഇടയ്ക്ക് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ കടിക്കുന്ന സമയത്ത് നട്ട്സിൻ്റെ ആ ഒരു കടിയും കിട്ടും. പിന്നെ ഈ ചക്ക അരിഞ്ഞത് ഒരു ജ്യൂസി പോലെ ഇരിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. അന്നേരം ഇനി എല്ലാവർക്കും പഴുത്തയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പരിക്കച്ചക്ക തന്നെ വേണമെന്നില്ല, ഏത് പഴുത്തയൊക്കെ വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ചക്കയട അഥവാ ചക്കയപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.